ദൈവത്തിന് സ്തോത്രം. ഈ നിലയിൽ ഒരു ആത്മീയ ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പ്രാരംഭത്തിൽ പ്രിയ കൃതദാസൻ ഓർപ്പിച്ചതുപോലെ ഹൃദയത്തിലുള്ള ഒരു താല്പര്യമായിരുന്നു ഈ പ്രാവശ്യം ഇവിടെ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിക്കണമെന്നും ഈ നിലയിൽ ശുശ്രൂഷ ചെയ്യണം എന്നും. അത് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നിവർത്തിക്കപ്പെട്ടു. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച സഭകൾക്ക്, ചുമതലപ്പെട്ടവർക്ക്, കർത്തദാസന്മാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ്. 2-3 ദിവസം കൊണ്ട് പഠിക്കുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. എങ്കിലും ഞാനിവിടെ സംബന്ധിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ നിങ്ങളാരും ഈ വിഷയം ആദ്യമായിട്ട് കേൾക്കുന്നവരല്ല. വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങൾ അനേക ദൈവഭക്തന്മാരിലൂടെ കേൾക്കുകയും പഠിക്കുകയും ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരുമാണ്. എനിക്ക് പരിചിതരായിട്ടുള്ള അനേക മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ തന്നെ അത്രത്തോളം പരിചയമില്ലാത്ത പ്രിയപ്പെട്ടവരും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രാരംഭ ക്ലാസ്സിൽ തന്നെ ഇത്രയും പേർക്ക് കടന്നു വരുവാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രത്യേകം നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ആമുഖമായിട്ട് വളരെ കാര്യങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പരസ്യം ചെയ്തിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും അതിനോട് അനുബന്ധിച്ച് നടക്കേണ്ട സംഭവങ്ങളും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായി. ഈ വിഷയത്തോടനുബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 5 കാര്യങ്ങൾ, 5 ടൈറ്റിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, പുനരാഗമനത്തിന്റെ ഉറപ്പ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിന്റെ ഉറപ്പ്. 2, പുനരാഗമനത്തിന്റെ ലക്ഷണങ്ങൾ. 3, പുനരാഗമന ഘട്ടങ്ങൾ. 4, പുനരാഗമനത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങൾ. 5, പുനരാഗമന അനന്തര സംഭവങ്ങൾ. പുനരാഗമനത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങളും പുനരാഗമന അനന്തര സംഭവങ്ങളും രണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ആ വിഷയം ചിന്തിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നതിന് സാധിക്കും. നമുക്ക് ഏവർക്കും വളരെ പ്രത്യാശ നൽകുന്ന ഒരു വിഷയമാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്ന്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ളതാണ്. ആ പുനരാഗമനത്തിന്റെ ഉറപ്പ്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ സംബന്ധിച്ചൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന് എന്താണ് കാരണം? അതിന് അടിസ്ഥാനം എന്താണ്? അത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് നാം എന്തുകൊണ്ട് പഠിക്കണം? എന്തിന് പഠിക്കണം?
ഈ വിഷയങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, തിയോളജി അഥവാ ദൈവശാസ്ത്രം, ദൈവശാസ്ത്രത്തിൽ ഏതാണ്ട് 10 ശാഖകളുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ 10 ശാഖകളിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഭാവികാല ശാസ്ത്രം അഥവാ എസ്കറ്റോളജി. ഇംഗ്ലീഷിൽ എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം. യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്ന് വിശ്വസിക്കാത്തവരാരും ഇവിടെ ഇല്ല എന്ന് കരുതിയ എല്ലാവരും അത് വിശ്വസിക്കുന്നു, അല്ലേ? എല്ലാവരും വിശ്വസിക്കുന്നു യേശുക്രിസ്തു മടങ്ങി വരും. എന്തുകൊണ്ടാണ് നമ്മുടെ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നത്? അതിന് അടിസ്ഥാനപരമായി ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞാൽ പിന്നെ അതിനെന്തില്ല, വ്യത്യാസമില്ല. കാരണം വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രം മതി യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളത് വിശ്വസിക്കുവാനായിട്ട്. മറ്റാരുടെയും വാക്കുകൾ അതിനാവശ്യം. നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യം നമ്മളെല്ലാവരും മനഃപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന വാക്യം ഏതാണത്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചെന്നു. ഇത്ര ഉറപ്പായ വാഗ്ദാനം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ. കാരണം ഒരിക്കലും ഫോഷ്ക്ക് പറയാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. അതേസമയം ഫോഷ്കിന്റെ പിതാവ് പിശാച് നമ്മുടെ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമുക്ക് അനവധി സംശയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സിൽ നൽകുന്നുണ്ട്. എന്നാൽ ഈ സംശയങ്ങളെ ഒക്കെ ദൂരീകരിച്ച് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ, പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാൻ, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവവചനത്തിന്റെ നിസ്തുല്യത കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ വർദ്ധിക്കുവാൻ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള പഠനം അനിവാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുള്ള വിശ്വാസം വർദ്ധിക്കണം, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ വർദ്ധിക്കണം, ദൈവവചനത്തിന്റെ നിസ്തുല്യത ഉറപ്പായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്നത്രേ അത് നിവർത്തിക്കപ്പെടും. മാത്രമല്ല നമ്മുടെ വിശുദ്ധീകരണത്തിന് അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരും, സംശയമില്ല. ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മതിയാകേണ്ടതാണ്. യേശുക്രിസ്തു മടങ്ങി വരും എന്ന് ഉറപ്പായി വിശ്വസിക്കും. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാണ്. അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രം പോരാ എന്നുണ്ടെങ്കിൽ ഇനി 2 or 3 അല്ല അതിലധികം സാക്ഷികളെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ചില കുറിപ്പുകൾ ആ ബന്ധത്തിൽ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില വാക്യങ്ങളൊക്കെ വായിച്ച് സഹായിക്കുന്നത് നല്ലതാണ്. എളുപ്പത്തിൽ വാക്യങ്ങൾ വായിക്കുവാൻ കഴിയുന്നവര് ബൈബിൾ തുറന്നു വയ്ക്കുക. വാക്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ വായിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ
ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആ നിലയിൽ സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കൂടാതെ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ അനവധിയുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏക പ്രവചന ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് നോക്കിപ്പോകാം. 22-ാം അധ്യായം 7-ാമത്തെ വാക്യം ആദ്യം എടുത്തവർ ഒന്ന് വായിക്കാം. 22-ാം അധ്യായം 7-ാം വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, വേഗത്തിൽ വരുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ നാം എന്ത് ചെയ്യണം? പ്രമാണിക്കണം. അവൻ ഭാഗ്യവാനാണ്. രണ്ടാമത് 12-ാമത്തെ വാക്യം, 22-12. ഇതാ ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. നമ്മുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? വേഗം വരുവാൻ പോവുകയാണ്. അടുത്തത് അതിന്റെ 20-ാമത്തെ വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ ഞാൻ വേഗം വരുന്നുവെന്ന് അറിയിച്ചിരുന്നു. അതെ, ഞാൻ വേഗം വരുന്നു. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 വാക്യങ്ങളെയും ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. അതെ, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ പ്രവർത്തികൾ ക്രമീകരിക്കണം. നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമ്മുടെ കർത്താവ് തരുവാനായിട്ട് പോകുന്നു. മൂന്നാമത് ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ഒരു ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നുകൂടെ ശക്തമായി പറയുകയാണ്, അതെ ഞാൻ വേഗം വരുന്നു. അപ്പോൾ സഭയുടെ പ്രതികരണമാണ് ആമേൻ, അതെ കർത്താവായ യേശുവേ വേഗം വരേണമേ എന്നുള്ളത്. ഇങ്ങനെ കർത്താവിന്റെ വാക്കുകൾ കൂടാതെ അപ്പോസ്തലനായ പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം, ആ പുനരാഗമന അനുബന്ധ സംഭവങ്ങൾ ഒക്കെ വിശദീകരിച്ചിരിക്കുന്ന ഒരു സുപ്രധാന വാക്യമുണ്ട്. ഏതാണെന്ന് നമുക്ക് പറയാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രപ്പെടുന്നതിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്ത നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശിക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് നിങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിൽ നിൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേ. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോഴെന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ വേറെയുമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെയും മുമ്പോട്ട് പോകാം. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 1:13. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവനെ സംബന്ധിച്ച് പറയുന്നതാണ്. അതുപോലെ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നു എന്നുള്ള നിലയിൽ ചില പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്നും, എന്നാൽ പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് വരുമ്പോഴും
ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ചിലർ കൂടെ രക്ഷിക്കപ്പെടുവാൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ ഉറപ്പിച്ച് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, യോഹന്നാന്റെ ലേഖനങ്ങളിൽ, തന്റെ എഴുത്തുകളിൽ കർത്താവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ, അതുപോലെ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണെന്നും നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുകയും തങ്ങളെ തന്നെ പ്രത്യാശയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് യോഹന്നാന്റെ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. 17-ന്റെ 24. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം കർത്താവിനോട് കൂടെ കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച വിശുദ്ധ സഭയും ഇരിക്കണം. കർത്താവിനോടുകൂടെ ഇരിക്കണം. നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനോടുകൂടെ ആയിരിക്കണം, നിത്യം കർത്താവിനോടുകൂടെ വസിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് താൻ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മെ വീണ്ടെടുത്തത്, അല്ലേ? താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. ആത്മമണവാളനായ കർത്താവായ യേശുക്രിസ്തു തനിക്കൊരു മണവാട്ടിയെ എടുക്കുവാൻ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാലുകളിലെ ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അനവധി പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി. കർത്താവ് മാനസികമായും ശാരീരികമായും അനവധി വ്യഥയിലൂടെ കടന്നുപോയി. ശാരീരികമായിട്ട് താൻ അനുഭവിച്ച വ്യഥകൾ ഭൂമിയിൽ ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്തവണ്ണം അത്ര ഭീകരമായ വ്യഥകളായിരുന്നു കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചത്. നമുക്കറിയാം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയുടെ വേളയിൽ 6 മണി മുതൽ 9 മണി നേരം വരെയുള്ള സമയം, ഇല്ലേ? 6 മണി നേരം മുതൽ 9 മണി നേരം വരെയുള്ള സമയം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സമയക്രമം അനുസരിച്ച് നമ്മുടെ 12 മണിയാണ്. നമ്മുടെ കൃത്യം ഉച്ച സമയം 12 മണിയാണ്. 6 മണി നേരം മുതൽ 9 നേരം വരെയുള്ള ആ സമയം നമ്മുടെ കർത്താവ് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പ്രകൃതി പോലും കണ്ണടച്ച് അന്ധകാരം വ്യാപിച്ച ആ സന്ദർഭത്തിലാണ് യേശു കർത്താവ് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുന്നത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുന്നത്. തന്റെ ആ ക്രൂശിലെ മരണം, അതിഭീകരമായ മരണം, നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കപ്പെട്ട് തന്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തി തന്റെ മാർവ് നമുക്ക് വേണ്ടി പിളർന്ന് നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചത്, നമ്മെ വീണ്ടെടുത്തതിന്റെ പ്രധാനമായ ഉദ്ദേശം ദൈവസഭ, കർത്താവിന്റെ മണവാട്ടി സഭ കർത്താവിനോടുകൂടെ നിത്യം വസിക്കണം. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് അവനോടെ കാത്തിരിക്കുക. നാമും അവനോടെ കാത്തിരിക്കുകയാണ്, നാമും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യാശയൊക്കെ വളരെ കുറഞ്ഞുപോയി. ദൈവജനം ഇന്ന് കർത്താവ് വരുമോ സംശയമാ, ഇല്ലേ?
എത്ര കാലമായി കർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് 2000 തികയ്ക്കത്തില്ലെന്നൊക്കെ പ്രസംഗകർ പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടന്നു. പക്ഷേ 2000 കഴിഞ്ഞു, അതിനപ്പുറവും കഴിഞ്ഞിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കർത്താവ് വന്നിട്ടില്ല. ഇനി ഇത് വിശ്വസിക്കണമോ എന്ന് ചിന്തിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോട് പറയാറുണ്ട്, ഈ 2000 തികഞ്ഞു എന്ന് നിങ്ങളല്ലേ പറയുന്നത്, 2000 എന്ത് ചെയ്തിട്ടില്ല, തികഞ്ഞിട്ടില്ല. കാലക്കണക്ക് നോക്കിയാൽ, സമയക്രമം നോക്കിയാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പല കണക്കുകൾ അതിന് പറയുന്നുണ്ട്. AD 30 AD 33 ഒക്കെ കണക്കുകളുണ്ട്. കണക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം BC 4000 മുതൽ പുറകിലേക്ക് കണക്കാക്കിയാൽ BC 4 ക്രിസ്തു ജനിച്ചത് എന്ന് ഒരു നിലയിലുള്ള കണക്കനുസരിച്ച് പറയുന്നുണ്ട്. BC 4 കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതെങ്കിൽ AD 30 യേശു ക്രിസ്തു എന്ത് ചെയ്തത്, ക്രൂശിക്കപ്പെട്ടത്. 33.5 വയസ്സുള്ളപ്പോഴാണല്ലോ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ AD 30 ശേഷം ഇപ്പോൾ എത്രയായിട്ടേ ഉള്ളൂ, 2000 തികഞ്ഞോ? 1970 കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയോടെ ആയിട്ടു, 26 വർഷം കൂടി, 26ാമത്തെ വർഷത്തിലല്ലേ, 2000 തികഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ 2000ന്റെ കണക്ക് പറയുകയല്ല. എന്നാൽ ഈ 2000 തികയ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് സംശയിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ആ നിലയിലുള്ള കണക്കും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കർത്താവ് തന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, വരും. വരാമെന്ന് പറഞ്ഞവൻ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഉറപ്പായി നാം വിശ്വസിക്കുക. എന്നാൽ കർത്താവിനൊരു സമയമുണ്ട്, നമ്മുടെ സമയമല്ല കർത്താവിന്റെ സമയം, അത് മനസ്സിലാക്കണം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞിട്ടുള്ള അനേക വിശുദ്ധന്മാര് കർത്താവിൽ പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നമ്മളൊക്കെ കണ്ടവരാണ്, കേട്ടവരാണ്, അതിന് സംബന്ധിച്ചവരാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച ദൈവദാസന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വലിയ പ്രത്യാശ എന്താണ്? ഒരുപക്ഷേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവര്, ഏറ്റവും ഉറ്റവരായിട്ടുള്ളവർ, ഉടയവരായിട്ടുള്ളവര് ഒക്കെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, അവരുടെ കണ്ണുകൾ തിരുമ്പി അടയ്ക്കുമ്പോൾ, അവരുടെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ, നീറുന്ന ഹൃദയത്തോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ നമ്മൾ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഈ പ്രത്യാശയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതിന് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നില്ല. എൻ്റെ 84 വയസ്സുള്ള പിതാവ് എൻ്റെ കയ്യിൽ ഇങ്ങനെ താങ്ങി വെള്ളം കൊടുത്തുകൊണ്ടാണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. 84 വയസ്സുണ്ടായിരുന്നു. 70 ഏറെയായാൽ 80 ലോകത്തിൽ ജീവിച്ചു. തന്റെ ജീവിതാവസാനം നല്ല വാർദ്ധക്യത്തിൽ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. എന്നാൽ 14 വയസ്സുള്ള എൻ്റെ മോൻ എൻ്റെ കയ്യിൽ നിന്ന് പ്രാണൻ പോകുമ്പോൾ, ആ സമയത്തും ആ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുമ്പോൾ ഹൃദയത്തിലൊരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? വേദനയുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്, എന്നാൽ പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയോടുകൂടിയാണ്, കേവലം 14 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിലും ആ പ്രത്യാശയോടുകൂടിയാണ് ഈ ലോകത്തിൽ നിന്ന് മോനും കടന്നുപോയത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ അതുപോലെ പറയുവാനുണ്ട്. അതിനുശേഷം അനേക ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോഴൊക്കെ ഈ പ്രത്യാശ ഹൃദയത്തിൽ തേങ്ങി നിറഞ്ഞിട്ട് കർത്താവിൽ പ്രത്യാശയോടെ ജീവിച്ച, വിശുദ്ധിയോടെ ജീവിച്ച, കർത്താവിന്റെ വരവിൽ പ്രത്യാശ വെച്ച് ജീവിച്ച അനേക വിശുദ്ധന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ ഒടുവിൽ ഈ വാക്യം പറഞ്ഞാണ് സംസ്കാര ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാനങ്ങളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെതിരേൽപ്പാൻ ദേഹങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിക്കുക, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുടെ പ്രത്യാശ വർദ്ധിക്കുക, വേദന അനുഭവിക്കുന്നവരുടെ പ്രത്യാശ വർദ്ധിക്കുക. അതുകൊണ്ട് കർത്താവ് വരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സംശയിക്കേണ്ട കാര്യമില്ല. കർത്താവ് താൻ തന്നെ പറഞ്ഞു, അപ്പോസ്തലന്മാർ എല്ലാവരും പറഞ്ഞു. മാത്രമല്ല, യൂദയുടെ ലേഖനത്തിൽ ഒരു പ്രവചനം യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണാം.
ഒരധ്യായമേ ഉള്ളൂ യൂദയുടെ ലേഖനത്തില്. നമുക്കറിയാം യൂദയുടെ ലേഖനത്തിൽ ഒരധ്യായമേ ഉള്ളുവെങ്കിലും കാര്യമാത്ര പ്രസക്തമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടനുബന്ധിച്ച ഒരു വചനം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹാനോക്കിന്റെ പ്രവചനം എന്നുള്ള നിലയിലാണ് അതിന്റെ 14-15 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്നെ നേരെ പറഞ്ഞ സകല വിസ്തൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും കോപം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിന്റെ പ്രവചനം ആദാം മുതൽ 7ാമനായ ഹാനോക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിലാണ് യൂദ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്ന് പറയുന്നത് അത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അറിയാം. അവിടെ തലമുറകളെ കുറിച്ച് പറയുമ്പോൾ ആദാം മുതൽ 7 തലമുറകൾ കഴിയുമ്പോൾ 7ാമനായ ഹാനോക്ക് എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഹാനോക്കിന്റെ പ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഇതാ കർത്താവ് വരുന്നു, സകല വിശുദ്ധായിരം വിശുദ്ധന്മാരുമായി വരുന്നു. എന്തിനു വേണ്ടി വരുന്നു? ഈ കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് കർത്താവ് താൻ തന്നെ പറഞ്ഞത് കൂടാതെ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കുന്നില്ല. ഈ സാധാരണ നിലയില് സഹോദരിമാര് കഞ്ഞി വയ്ക്കുമ്പോൾ അരി വെന്തോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? അതില് 1-2 ഒക്കെ അരിയൊക്കെ എടുത്ത് ഒന്ന് ഞെക്കി നോക്കാറുണ്ട്. 1-2 ഞെക്കി നോക്കിയാൽ കാലത്തിലുള്ള അരി മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചോറായിട്ടുണ്ട്, വെന്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ തെളിവുകളെല്ലാം വിശദീകരിക്കുവാനുള്ള സമയമില്ല. എന്നാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാക്കുവാനാണ്. പുനരാഗമനത്തെ സംബന്ധിച്ച്, യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പായ ഒരു പ്രത്യാശയുണ്ടായിരിക്കണം. ആ ഉറപ്പ് ഉള്ള ദൈവമക്കളെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ഇത് കൂടാതെ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞത് കൂടാതെ ദൂതന്മാരുടെ സാക്ഷ്യം നമുക്കുണ്ട്. ദൂതന്മാരുടെ സാക്ഷ്യം പറയാമോ? എന്താ ഈ ദൂതന്മാരുടെ സാക്ഷ്യം? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു വാക്യം കേട്ടോ. ദൂതന്മാരുടെ സാക്ഷ്യം. യേശുക്രിസ്തു മടങ്ങി വരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇവിടെ 40 നാൾ പ്രത്യക്ഷനായി എന്ത് ചെയ്തു? താൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്വർഗാരോഹണം ചെയ്യുന്നു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുക. ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുകയാണ്? ആ വ്യക്തിയുടെ പാദങ്ങൾ ഈ ഭൂമിയിൽ ഉയരുന്നു. ആ പാദങ്ങൾ ഉയരുന്നതനുസരിച്ച് ശിഷ്യന്മാരുടെ കണ്ണുകൾ മുകളിലേക്ക് നോക്കുകയാണ്. അവരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരുന്നു. ദൂതന്മാർ അത് സാക്ഷിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമോ, നാം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്തൃമേശയായിരിക്കുന്നത്. കർത്തൃമേശ ആഴ്ചവട്ടത്തിന്റെ 1-ാം തോറും കർത്തൃമേശയായിരിക്കുമ്പോൾ മിക്കവാറും സഭകളിൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. നല്ലതാ, വായിച്ച് കേൾപ്പിക്കണം. കാരണം എങ്ങനെയൊക്കെ ഒരാഴ്ച ജീവിച്ചിട്ടാ വന്ന് ഈ അപ്പം മുറിക്കുന്നത്, ഈ മേശയിൽ സംബന്ധിക്കുന്നൊന്നും അറിയാനൊക്കത്തില്ല. അതുകൊണ്ടൊന്ന് വായിച്ച്, ശുശ്രൂഷ നിർവഹിക്കുന്നവരൊന്ന് വായിച്ച് ഒന്ന് ബോധ്യപ്പെടുത്തതിന് ശേഷം അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവിടെ നാം വായിക്കുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അവിടെയും ഏത് കാണുന്നു? യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് ഉള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും
എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ദൈവവചനം വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പോടുകൂടെ നമ്മൾ തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം. യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ പുനരാഗമനത്തിന്റെ ലക്ഷണങ്ങൾ, യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ പുനരാഗമന ലക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ നിലയിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ യേശുക്രിസ്തുവിന്റെ പുനരാഗമന ലക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതിന് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടും എങ്കിൽ പോലും നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാകിയാൽ കർത്താവ് ഈ കാര്യത്തെ സംബന്ധിച്ച് താൻ മടങ്ങി വരുമ്പോൾ തന്റെ മടങ്ങി വരുവരോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ആ സംഭവങ്ങൾ, ലോക സംഭവങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഏതാണ്ട് സമാനമായ 3 അധ്യായങ്ങൾ തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 5 ലക്ഷണങ്ങൾ, അതിന് ഞാൻ 5 ടൈറ്റിലിൽ തിരിച്ചിരിക്കുകയാണ്. 5 ടൈറ്റിൽ തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ പരസ്യ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോൾ സാധാരണ ഈ 2 ദിവസത്തെ മീറ്റിങ്ങുകളൊക്കെ പലയിടത്തും ക്രമീകരിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിലാക്കി യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ അത് പ്രൊജക്ടറിന്റെ സഹായത്തോടു കൂടെ പ്രദർശിപ്പിക്കാറ്, അതിന്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിക്കാറ്. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ നോട്ട്സ് തന്നെയാണ് ഇവിടെയും ഈ 5 ലക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 5 ലക്ഷണങ്ങളും നമുക്ക് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവഴുത്തിലെ ഈ 3 അധ്യായങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ഈ അധ്യായങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായം എന്നുള്ള നിലയിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മുഴുവൻ യേശുക്രിസ്തുവിന്റെ പുനരാഗമന ലക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പുനരാഗമന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുനരാഗമനത്തിന് 2 ഘട്ടങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ഈ 2 ഘട്ടങ്ങളും വിശദമായിട്ട് വകതിരിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഒത്തുവരികയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ കൂടെ കൺഫ്യൂഷനിലാണ്. നമുക്ക് ഇത് പുനരാഗമനത്തെ കുറിച്ച് പറയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതുവരെയും കർത്താവ് വന്നില്ല എന്നൊക്കെയുള്ള ചിന്താഗതി നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളും ഒത്തിണങ്ങി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. അത് വിശദീകരിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി വിശദീകരിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ 2 ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്പം വിശദമായിട്ട് പിന്നാലെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും മിക്കവാറും എന്റെ സമയം തീരിഞ്ഞ് 10-20 മിനിറ്റേ ഉള്ളൂ. 1 മണിക്കൂർ സമയമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ എന്റെ വാക്കുകൾ ഉപസംഹരിച്ച് ദൈവം അടുത്ത ദിവസം നമുക്ക് ആ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഈ പുനരാഗമന ലക്ഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് യെരൂശലേം ദൈവാലയത്തിന്റെ പണി ശിഷ്യന്മാർ കർത്താവിനെ കാണിക്കുകയാണ്. നോക്കൂ, എത്ര മനോഹരമായ ദൈവാലയമാണ്. നമുക്കറിയാം, ശലോമോന്റെ കാലഘട്ടത്തിൽ പണിയപ്പെട്ട ദൈവാലയം. ആ ദൈവാലയം വളരെ മനോഹരമായ ദൈവാലയമാണ്.
അതിടയ്ക്ക് ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചെങ്കിലും ഹെരോദാവിന്റെ കാലത്ത് അത് പുതുക്കിപ്പണിതു. ആ ദൈവാലയത്തിന്റെ മനോഹാരിത കാണിച്ചുകൊണ്ട് കർത്താവിനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും. ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. ഇത് ഇടിഞ്ഞു പോകുമെന്ന്, ഇത്ര മനോഹരമായ വളരെ ശക്തമായി ബലവത്തായ നിലയിൽ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന ഈ ദൈവാലയം ഇടിഞ്ഞു പോകുമെന്നോ, അതും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്നോ? സമയം കിട്ടിയപ്പോൾ ശിഷ്യന്മാരിത് മനസ്സ് വെച്ചിരുന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അത് എപ്പോൾ സംഭവിക്കും? അതിനോട് ചേർത്ത് പറയുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും. ലോകാവസാനം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഡിസ്പെൻസേഷൻസ്, യുഗങ്ങളായിട്ട് ഡോക്ടർ സ്കോഫീൽഡ് ഈ ബൈബിളിലെ വിഷയങ്ങളെ തിരിച്ചെഴുതിയിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകാവസാനം എന്നുള്ളതിന് യുഗാവസാനം എന്നുള്ളതാണ് ശരിയായ ഭാഷാന്തരം എന്ന് വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാനും അതിനോട് യോജിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ഈ കൃപായുഗത്തിന്റെ അവസാനം, നാം ഇപ്പോൾ ജീവിക്കുന്നത് കൃപായുഗമെന്നും പരിശുദ്ധാത്മയുഗമെന്നും വിശേഷിപ്പിക്കുന്ന ഈ യുഗത്തിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയും വെളിപ്പെട്ടിരിക്കുന്ന, കൃപയാൽ രക്ഷിക്കപ്പെടുവാനുള്ള ആ അവസരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് കൃപായുഗമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരിശുദ്ധാത്മയുഗമാണ്. ആ നിലയിൽ ഈ യുഗത്തിന്റെ അവസാനത്തിങ്കൽ അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവ് 5 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്, ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം, പ്രാപഞ്ചികമായ രക്ഷ, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഒന്നാമത്തെ ലക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷണം. പ്രാപഞ്ചിക ലക്ഷണം, രാഷ്ട്രീയ ലക്ഷണം. മൂന്നാമത്, ധാർമ്മികമായിട്ടുള്ള ലക്ഷണം, ധാർമ്മികമായിട്ടുള്ള മോറൽ, ധാർമ്മിക നിലവാരം, മൂന്നാമത്തെ ലക്ഷണം. നാലാമത്, ശാസ്ത്രീയമായിട്ടുള്ള ലക്ഷണങ്ങൾ, സയന്റിഫിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ. അഞ്ചാമത്, സാമുദായികം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ലക്ഷണം. ഈ 5 കാര്യങ്ങളും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും മാർക്കോസ് 13-ലും ലൂക്കോസ് 21-ലും വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷണം. ഈ 5 ലക്ഷണങ്ങളും നമ്മളൊന്ന് ഓടിച്ചു ചിന്തിക്കാനേ സമയമുള്ളൂ, വിശദമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ നമ്മളൊക്കെ വർത്തമാന പത്രങ്ങളും അതുപോലെ മറ്റ് വാർത്താ മാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണല്ലോ. അങ്ങനെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ, ഒരു താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, ഈ ബൈബിൾ പൂർണ്ണമായും 100% സത്യമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ അടുത്ത സമയത്ത് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അധികം ബുക്ക് സ്റ്റാളുകളിലൊന്നും ആ പുസ്തകങ്ങൾ കിട്ടാറില്ല. ഞാൻ ബുക്ക് സ്റ്റാളിൻ്റെ ഒരു കച്ചവടം എന്നുള്ള നിലയിൽ എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, വിൽപ്പന ചെയ്യാറുമില്ല. എന്നാൽ അത്യാവശ്യം ചിലത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒടുവിലായിട്ടൊരു പുസ്തകം എഴുതുവാനായിട്ടിടയായി. ഞാൻ പലയിടത്തും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു വിഷയം എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ഹൃദയത്തിൽ താല്പര്യം തോന്നിയൊരു വിഷയമാണ്. ഞാൻ ചില നാടുകൾ കുഞ്ഞുങ്ങളോടൊത്ത് സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് അൽക്കോബാർ സഭയിലുള്ള സഹോദരന്മാരോട് ആവശ്യപ്പെട്ടു, ബ്രദറെ, ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. പലരും വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ നോക്കിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രദറെ, ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം, ഇത് പഠിപ്പിച്ച് തീർത്തിട്ടേ പോകാവൂ എന്നൊരു ഉറപ്പ് തരണം. ഞാൻ പറഞ്ഞു, ആ ഉറപ്പ് എനിക്ക് തരാൻ ഒക്കത്തില്ല, ഞാൻ ശ്രമിക്കാം,
കഴിവുള്ളിടത്തോളം അത് പഠിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, മിക്കവാറും പിശാചിന്റെ അന്ത്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമായതുകൊണ്ട് ഇത് പഠിപ്പിച്ച് തീർക്കാൻ പിശാച് ദൈവദാസന്മാരെ സമ്മതിക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഞാൻ ആ സന്ദർഭത്തിൽ അവരുടെ ക്ഷണം സ്വീകരിച്ചു. 22 അധ്യായങ്ങൾ ഉള്ള വെളിപ്പാട് പുസ്തകം അത് ഒരളവിൽ അത് പൂർണ്ണമായിട്ട് പഠിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് അത് പുസ്തകമാക്കണമെന്ന്. ചില വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം കുമ്മനാട് കൺവെൻഷനോടനുബന്ധിച്ച് സുവിശേഷകന്മാരുടെ മീറ്റിംഗിൽ നിന്ന് പ്രകാശന ജീവനായിട്ടിടയായി. ആ പുസ്തകത്തിന്റെ പഠനത്തോടുള്ള ബന്ധം എന്ത് പറയാനാ വന്നത്, പുസ്തകത്തിന്റെ പഠനത്തോടുള്ള ബന്ധം, രചനയോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായി. അതുവരെ ബോധ്യമായിട്ടിരുന്നല്ല, എന്നാൽ കുറെ കൂടെ സ്പഷ്ടമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യമായി. നമുക്കറിയാം, ഞാൻ വിശദമായിട്ട് പറയുകയല്ല, ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെല്ലാം കർത്താവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ലക്ഷണങ്ങളും, പ്രാപഞ്ചിക ലക്ഷണമാകട്ടെ, രാഷ്ട്രീയ ലക്ഷണമാകട്ടെ, ശാസ്ത്രീയമാകട്ടെ, സയന്റിഫിക്കലാകട്ടെ, ധാർമ്മികമാകട്ടെ, അതുപോലെ സഭാപരമാകട്ടെ അല്ലെങ്കിൽ മതപരമാകട്ടെ, ഈ ലക്ഷണങ്ങളെല്ലാം അതിൻ്റെതായ വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ ഒത്തുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് അതിവേഗം സംഭവിക്കും, എത്രയും വേഗം സംഭവിക്കും. അതുകൊണ്ട് ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ സഭയുടെ പ്രതികരണം എന്ന നിലയിൽ ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന് പറഞ്ഞാൽ വേഗം വരണമേ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആമേൻ എന്ന് പറയുമ്പോൾ അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ അതേപോലെ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ളത് തന്നെയാണ് ദൈവജനത്തിന്റെ പ്രത്യാശ, ദൈവജനത്തിന്റെ ആഗ്രഹം. ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ വിപ്ലവം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എഴുതുമ്പോൾ, യോഹന്നാൻ ദർശനത്തിൽ കാണുമ്പോൾ, പത്മോസ് ദ്വീപിൽ ഏകാന്തതയുടെ തടവറയിൽ ആരോരുമില്ലാത്ത അവസ്ഥയിൽ ഏകനായി അവിടെ കഴിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ്, തേജോമനായ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് മുൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശം കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ ശബ്ദമുള്ളവനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത യോഹന്നാൻ അപ്പോസ്തലൻ ഉണ്ടാകുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നു? മരിച്ചവനെ പോലെ തറയിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ തറയിൽ വീണ് കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനോട് ആ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. കർത്താവിന്റെ കരം അവന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലനെ ധൈര്യപ്പെടുത്തിയിട്ട് ആ ഏകാന്തതയുടെ ദ്വീപിൽ, ആ പത്മോസ് ദ്വീപിന്റെ ആ ഏകാന്തതയിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ 13-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സംഖ്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു സംഖ്യ, മനുഷ്യന്റെ സംഖ്യ 666. അതിനെ സംബന്ധിച്ച് ഞാൻ പഠനം നടത്തി. ഞാൻ വിശദമായ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല, പിന്നാലെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഈ കാലഘട്ടത്തിൽ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 666 സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല, ഒരു ഡിജിറ്റൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ കൈമേലോ നെറ്റിമേലോ ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നാനോ ചിപ്പ് ഘടിപ്പിച്ചിട്ട്, ആ നാനോ ചിപ്പിലൂടെ മനുഷ്യനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ച് ആ നിലയിൽ ഒരു വലിയ ശാസ്ത്രീയമായിട്ടുള്ള ആ നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് ഇന്നത്തെ ലോകം ഉയർന്നിരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. സംസാരിക്കുന്ന ഒരു പ്രതിമയെ നിർത്താനോ മൃഗത്തിന്റെ മുദ്രയോ അതിന്റെ പേരിന്റെ സംഖ്യയോ നമ്മുടെ കൈമേലോ നെറ്റിമേലോ പതിപ്പിക്കാനോ ഇന്നത്തെ ശാസ്ത്രീയ നേട്ടങ്ങൾ ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുമ്പോൾ അതിന് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം.
അതെത്രയും വേഗം സംഭവിക്കും. ഇന്ന് നമ്മൾ റേഷൻ വാങ്ങിക്കണമെന്ന് എന്ത് ചെയ്യണം? പേരിൽ പതിക്കണമല്ലേ? ഇതിനു മുമ്പൊന്നും ആ സംവിധാനമില്ല. റേഷൻ വാങ്ങിക്കണമെങ്കിൽ ഈ പോസ്റ്റ് മിഷനിൽ പേരിൽ പതിക്കണം. എന്താ അത് വെളിപ്പെടുത്തുന്നില്ല? വരാൻ പോകുന്നു. അത് സംഭവിക്കും. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ അപ്പോസ്തലന് ഈ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ മറനീക്കി വെളിപ്പെടുത്തി കൊടുത്തു. അത് ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളതാണ്, അത് വേഗത്തിൽ സംഭവിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രവചന പുസ്തകം എന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. ദാനിയേലിന് പ്രവചനം എഴുതിക്കൊണ്ട് വെളിപ്പെടുത്തി. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. അത് തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കും. ദാനിയേൽ പ്രവചനം എഴുതി കഴിഞ്ഞപ്പോൾ ദാനിയേലിനോട് പറഞ്ഞു, ഈ പ്രവചനം എന്ത് ചെയ്തേക്ക്? മുദ്രയിട്ടേക്കാ പറഞ്ഞു. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോ പറഞ്ഞു, ഇതെന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. ഇത് വേഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ തന്നെ അത് സംഭവിക്കും. അതിനുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ പിന്നെയും മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പ്രാപഞ്ചികമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 11-ാം വാക്യം, 25-ാം വാക്യം, 26-ാം വാക്യം, ഈ വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം, 11-ാം വാക്യം, 25, 26 വാക്യം. 25. നമ്മുടെ കർത്താവ് ഈ പ്രപഞ്ചത്തിൽ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുക. അവിടെ നാം വായിക്കുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഈ 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. വലിയ ഭൂകമ്പം, ചെറിയ ഭൂകമ്പമല്ല, വലിയ ഭൂകമ്പം, ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇനി 25-ാം വാക്യം, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും ഇളക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും മനുഷ്യരെന്തായി തീരും? നിർജീവന്മാരായി തീരും. മനുഷ്യർ ചത്തവരെ പോലെയാകും. ആട്ടെ, വലിയ ഭൂകമ്പം, ചെറിയ ഭൂകമ്പങ്ങൾ കാലങ്ങൾ മുതലേ. എന്നാൽ ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങൾ, തുരുതിരാ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങൾ, വലിയ ഭൂകമ്പങ്ങൾ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, കേരളത്തിൽ ഭൂകമ്പങ്ങൾ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിലും ഭൂകമ്പങ്ങൾ അവിടങ്ങളായി നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഗുജറാത്തിലും അതുപോലെയുള്ള മറ്റു പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള വലിയ ഭൂകമ്പങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്, അതിൻ്റെതായ അനന്തര ഫലങ്ങൾ എത്രയോ ഭീകരമാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ഭൂകമ്പങ്ങൾ, ക്ഷാമം. നമുക്കറിയാം, ഭൂകമ്പം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ക്ഷാമം ഭൂകമ്പത്തിന്റെ അനന്തരഫലമാണെങ്കിൽ മഹാവ്യാധികൾ അതിന്റെ ഫലമാണ്. മഹാവ്യാധികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കല് ആന്ധ്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു കാലഘട്ടത്തില് എൻ്റെ ഒരു സിസ്റ്റർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്ത് പറ്റി ഒന്നും ബന്ധപ്പെടാൻ ഒരു ഫോൺ പോലും ഇല്ല. എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ഞാൻ വളരെ ത്യാഗം സഹിച്ച് ആന്ധ്രയിൽ കിടന്നു. ആന്ധ്രയിലേക്ക് പോകുമ്പോൾ വാഹനങ്ങളൊന്നും പോകുന്നില്ല. പോകുന്ന വഴിക്കെല്ലാം ട്രെയിൻ പാളങ്ങൾ ഒരു സ്കെൽറ്റൻ മാതിരി കാണുവാനായിട്ട് സാധിക്കും. വാഹനങ്ങൾ, ചരക്കുമായിട്ടൊക്കെ പോയ വാഹനങ്ങളെല്ലാം റോഡിൽ മറിഞ്ഞു കിടക്കുന്നു. അതിനുണ്ടായിരുന്ന ആഹാര സാധനങ്ങളും മറ്റുമെല്ലാം റോഡിൽ ചിതറി ചീഞ്ഞ് നാറിക്കിടക്കുന്നു. അത് മാത്രമല്ല, മൃഗങ്ങളൊക്കെ ചത്ത് വീർത്ത് പൊന്തിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു.
എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ അവിടെ കുഴിച്ചിടാനോ അത് മറവ് ചെയ്യാനോ ആളില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് അണുക്കൾ, രോഗാണുക്കൾ പൊട്ടിപ്പുറപ്പെടും. അത് ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ രോഗങ്ങൾ, മഹാവ്യാധികൾ ഉണ്ടാക്കുവാൻ കഴിയും. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? യുദ്ധങ്ങളുടെ അനന്തരഫലമായി ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു, വലിയ കെടുതികളിലൂടെ മനുഷ്യർ കടന്നു പോകേണ്ടി വരുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ സംഭവിക്കുന്ന, നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം, സുനാമി എന്നുള്ള പേരിൽ ഇന്തോനേഷ്യയിൽ ആരംഭിച്ച സുനാമിയുടെ അനന്തരഫലം ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേറ്റം വരെ ഉണ്ടായി. ഞാൻ പറയട്ടെ, ആ സന്ദർഭത്തിൽ ഞാൻ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തില് ചേർത്തലയിലായിരിക്കുകയാണ്. ചേർത്തലയിൽ അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നു പോയതാ. ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആളുകളൊക്കെ പരിഭ്രമത്തോടെ പറയുന്നു, കടൽ കരയിലേക്ക് കയറി, ധാരാളം പേർ ഒലിച്ചുപോയി, വലിയ ഭീകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു, അനേക നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അന്നേരം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഭീകരത. എന്നാൽ പിന്നീട് പത്രവാർത്തകളും മറ്റു വാർത്താമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്തോനേഷ്യ മുതൽ ആ സുനാമി വന്നതായിരിക്കുന്ന മേഖലകളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വലിയ ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധിയും പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇനിയും ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിനൊരു ചെറിയ ശമനം കണ്ടിരിക്കുകയല്ലേ. ഇറാനും ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ളതായിരിക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിന്റെ കെടുതികൾ നമ്മുടെ സഹോദരന്മാർ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഗൾഫ് രാജ്യങ്ങൾ ഭീതിയുടെ തട്ടിന്റെ തലയ്ക്ക് മുകളിലൂടെ മിസൈൽ പറന്നു പോകുന്ന കാഴ്ച പലരും കണ്ടുകൊണ്ടാണ് അവര് ഭീതിയോടുകൂടി അവിടെ കഴിയുന്നത്. അനേക രാജ്യങ്ങളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് വരുന്നവരോ ഇവിടുന്ന് കയറി തിരിച്ചു പോകേണ്ടവരോ ആയിട്ടുള്ള അനേകർ കുടുങ്ങി 10, 16, 20 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടവർ 10-48 മണിക്കൂറുകൾ യാത്ര ചെയ്തല്ല, ദിവസങ്ങളോളം എടുത്ത് യാത്ര ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തെല്ലാം നഷ്ടങ്ങൾ, എന്തെല്ലാം ക്ലേശങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന് അറുതി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ പ്രശ്നങ്ങൾക്ക് അറുതി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെയും യുദ്ധങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ യുദ്ധങ്ങൾ വർദ്ധിക്കുന്നു, ക്ഷാമങ്ങൾ പെരുകുന്നു, ഭൂകമ്പങ്ങൾ പെരുകുന്നു, സുനാമികൾ, മഹാവ്യാധികൾ നമുക്കറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് 2019 എന്റെ അവസാനമാകുമ്പോഴേക്കും ആരംഭിച്ച COVID-19 എന്ന് പറയുന്ന മഹാവ്യാധി, അതിന് സർക്കാർ വരെ കൊടുത്തിരിക്കുന്ന പേര് മഹാമാരി എന്നാണ്. ഈ മഹാമാരിയുടെ അനന്തരഫലം അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എത്രയെത്ര കുടുംബങ്ങളിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരായി, അവരെ അടക്കം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ നമ്മുടെ നേർക്കാഴ്ചയായി നാം കണ്ടതല്ലേ നമ്മുടെ സ്ഥിതി, നമ്മൾ ഈ ലോകത്തിന്റെ അവസ്ഥ. പ്രിയരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വളരെ സ്പഷ്ടമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നത് മനസ്സിലാക്കണം. പ്രപഞ്ച ലക്ഷണം. ഞാൻ വേഗത്തിൽ, ഇതൊരല്പം പുറകിലാണ്, ഒരു 7 മിനിറ്റോടെ കറക്റ്റ് ടൈമുണ്ട്. ശരി, അവ 7 മിനിറ്റിനുള്ളിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതിന് മുമ്പായിട്ട് വേഗത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ലക്ഷണം. രണ്ടാമത് വേറെ ഒരു വാക്യം കൂടി അതൊന്നും ചേർത്ത് വായിച്ചു. നമുക്കറിയാവുന്ന വാക്യമാണ് യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യെശയ്യാവ് 24-ന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പേടി കേട്ട് ഓടിക്കൊണ്ടവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. യെശയ്യാ പ്രവാചകൻ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്
സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ഭീതിയിലാണ്. ഭൂമിയിൽ ഭീതിയോടുകൂടി ഓടുന്ന മനുഷ്യൻ കുഴിയിൽ വീഴുകയാണ്. കുഴിയിൽ നിന്ന് കയറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവൻ അടുത്ത കെണിയിലേക്ക് പോവുകയാണ്. ഭൂമി പൊടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. ഈ പ്രപഞ്ചത്തിന് സ്ഥിരതയില്ലാത്ത അവസ്ഥ. ഈ ഭൂമിയെ ദൈവം ശൂന്യത്തിന്മേൽ തൂക്കിയിരിക്കുന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ശൂന്യത്തിന്മേൽ തൂക്കിയിരിക്കുന്നു. അല്ലേ? അത് സത്യം. ശാസ്ത്ര സത്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിവിന് സത്യമാണ്. അത് വെളിപ്പെടുത്തിയിരിക്കുന്നു വചനത്തിലുള്ള ശൂന്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി പൊടുപൊട പൊട്ടുന്ന കീറുന്ന കാവൽമാടം പോലെ ആടുന്ന ഒരു കാലഘട്ടം, ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികൾ, മഹാമാരികൾ, സുനാമികൾ, ഇതൊക്കെ സംഭവിച്ച് ഈ പ്രപഞ്ചമാകെ കൂടെ മനുഷ്യ ജീവിതം തന്നെ അസാധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ലക്ഷണം എന്നുള്ള നിലയിൽ കർത്താവ് പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അതുപോലെ മറ്റൊരാൾക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. ഞെട്ടിപ്പോകരുത്. സംഭവിക്കേണ്ടത് തന്നെ. അടുത്തത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യം. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മുടെ കർത്താവ് തന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് താൻ മടങ്ങി വരുന്നതിന് മുമ്പായി ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാകും. ആകാശത്തിൽ വലിയ രക്ഷകൾ ഉണ്ടാകും. കടലിന്റെയും ആ ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. മനുഷ്യരെല്ലാം കണ്ടും കേട്ടും നിർജീവന്മാരായി തീരും. വലിയ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമെന്നുള്ളതിന് വചനം വളരെ വ്യക്തമായി നമുക്ക് തെളിവ് തരികയാണ്. മാത്രമല്ല, നാം പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഇന്നത്തെ ധാർമ്മികമായ നിലവാരം, ഞാൻ അതുകൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ പറയട്ടെ, ധാർമ്മികമായ നിലവാരത്തെ സംബന്ധിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യം. ഇന്നത്തെ മോറൽ സ്റ്റാറ്റസ് എന്താ നമുക്ക് പറയാനുള്ളത്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ, ഈ ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സർക്കാർ തലത്തിൽ, ഭരണതലത്തിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമുക്കറിയാം, ഈ നോഹയുടെ കാലം പോലെ തന്നെ 2 ലക്ഷണങ്ങൾ അവിടെ പറഞ്ഞു. നോഹയുടെ കാലം പോലെ തന്നെ. രണ്ടാമത് ലോത്തിന്റെ കാലം. ഇന്നത്തെ ധാർമ്മിക നിലവാരം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ 2 കാലങ്ങളെ നമുക്ക് മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുകയാണ്. എന്നാൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതെന്താ? നോഹയുടെ കാലത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നോഹയുടെ കാലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യം. വന്നു വരും. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ ഈ 11-ാം വാക്യത്തിൽ അന്ന് ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി എന്ന് നാം വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിക്രമം കൊണ്ട് നിറഞ്ഞു എന്നും വായിക്കുന്നുണ്ട്. അവരുടെ ദുഷ്ടത വലിയത്, ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിലും അതുപോലെ 5-ാം വാക്യത്തിലും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യരുടെ അതിക്രമം പെരുകി, അവർ വഷളത്വം പെരുകി, മ്ലേച്ഛത പെരുകി. അവിടെ സംഭവിച്ചത്
ഈ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം ദുഃഖിച്ചു, ദൈവം അനുതപിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്തത് ലോത്തിന്റെ കാലം. ലോത്തിന്റെ കാലം 17-ാം അധ്യായം 28-29 വാക്യങ്ങൾ, ലൂക്കോസ് 17-ന്റെ 28-29 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതോടെ വായിച്ച് അവസാനിപ്പിക്കാം. ലൂക്കോസ് 17-ന്റെ 28-29. എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇവിടെ രണ്ട് കാലഘട്ടങ്ങൾ, ലോത്തിന്റെ കാലവും നോഹയുടെ കാലവും നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നു? ഒരു മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ ഈ പ്രപഞ്ചം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച ലക്ഷണങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധാർമ്മികമായ നിലയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ നിലയിൽ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഏത് സമയം വരാൻ സാധ്യതയുണ്ട്. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പി, പ്രാർത്ഥനയോടിരിപ്പി. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ നമ്മുടെ ഈ ചിന്തകൾ, നാം ചിന്തിച്ച ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ കൂടുതൽ പ്രത്യാശയുള്ളവരാക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ പിരിയാം. ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ, കർത്താവ് താമസിച്ചാൽ നമുക്ക് നാളത്തെ ദിവസം ചിന്തിക്കാവുന്നതാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടും.